ആവില്ല. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇത്. എന്തൊരു അത്ഭുതമല്ലേ, പയ്യന്നൂരിൽ നിന്നൊരു UDF MLA ഉണ്ടാവുക എന്നുള്ളത്. RSP നേതാക്കൾ ഇതിനോടകം തന്നെ ഉണ്ട്. നേരത്തെ RSPയുടെ ഓഫീസിൽ അദ്ദേഹം പോയിരുന്നു. പക്ഷേ അദ്ദേഹം സ്വതന്ത്ര നിലപാട് തുടരും, സ്വതന്ത്ര MLA UDF സ്വതന്ത്രൻ എന്ന നിലയിൽ തുടരും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇതൊരു ചർച്ച എന്നുള്ളതിനേക്കാൾ നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ട് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് നേതാക്കൾ എത്തുന്നുണ്ട്. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. BN ഹസ്കർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ. ജേക്കബ് വീണ്ടും മുഖ്യമന്ത്രിയെ കാണാനായി, നിയുക്ത മുഖ്യമന്ത്രിയെ കാണാനായി വീണ്ടും വന്നിട്ടുണ്ട്. ഒരു വട്ടം വന്ന് സംസാരിച്ച് മടങ്ങിയതാണ്. അവരൊക്കെ ഏകദേശം ഉറപ്പിച്ച ആളുകളാണ്. പക്ഷേ വീണ്ടും എന്തൊക്കെയോ ചെറിയ ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഇനി വരാനുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരവ് ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വരവാണ്. അത് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ചെറിയ കക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന സമയത്ത് ഇന്നയാൾ അല്ലെങ്കിൽ നേരത്തെ ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടില്ല. അതിനാൽ ഈ ചെറിയ ഘടകകക്ഷികളൊക്കെ വന്ന് സംസാരിച്ച് മടങ്ങിയതിനു ശേഷം ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ടി മുഹമ്മദ് ബഷീർ ഇവിടെയുണ്ട്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട അടക്കമുള്ള എല്ലാ ആളുകളും. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ അകത്തേക്ക് മന്ത്രിസഭ അധികാരമേൽക്കുകയാണ്. അദ്ദേഹം സംസാരിക്കും. അതെ, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനിങ്ങോട്ട് വന്നോളാം. ഓക്കെ. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതേസമയം വി കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ ഘടകകക്ഷി നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നമ്മൾ കാണുന്നത്. നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പുറത്തേക്ക് പോവുകയാണ്. ലീഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്.